നമസ്കാരം. പരുമലക്കടുത്ത് പനയന്നൂർക്കാവ് ദേവീക്ഷേത്രം എത്ര ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണെന്നറിയാവോ? ഉഗ്രമൂർത്തിയായ ഭദ്രകാളി അമ്മയുടെ ശക്തിസ്വരൂപം ഇവിടെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്ന് തോന്നും. ആ മുറ്റത്തേക്കൊന്ന് കാലെടുത്ത് വയ്ക്കുമ്പോഴേക്കും ഈ 3 പേരെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇവർ പണ്ടൊരിക്കലും ആ മുറ്റത്തുകൂടി വഴിപോക്കരായിരുന്നു എന്നാണ് പറയുന്നത്. അവരെന്താ ചെയ്തതെന്നറിയാവോ? ഈ ക്ഷേത്രമുറ്റത്തെത്തിയപ്പോൾ അവർക്ക് വല്ലാത്ത ദാഹവും വിശപ്പും എല്ലാം തോന്നിയപ്പോഴുണ്ടല്ലോ, അവർക്ക് അവിടെ ദേവി തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടവർക്ക് തുളസി ജലം നൽകി അവരുടെ ദാഹവും വിശപ്പും അതോട് മാറുകയുണ്ടായി. പക്ഷേ അവർ അവിടെ അന്തി ഉറങ്ങാനായിട്ട് അനുവദിക്കുകയും ചെയ്തു. ദേവി അനുവദിച്ചു. പക്ഷേ അവരെന്ത് ചെയ്തോ, അതായത് അവിടെ ഇട്ട് മുറുക്കിത്തൊപ്പി. നേരം വെളുത്ത് വന്നപ്പോൾ ദേവി മുറ്റത്ത് നോക്കിയപ്പോൾ ആ മുറ്റം നിറയെ മുറുക്കിത്തൊപ്പിയതാണ് ദേവി കാണുന്നത്. അപ്പോൾ ദേവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടുന്ന് പോവണ്ട, എൻ്റെ ഉപദേവതമാരായിട്ട് എൻ്റെ മുറ്റത്ത് തന്നെ കുടിയിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് അവരെ പറഞ്ഞു വിട്ടില്ല. അതിനെ തുടർന്ന് അവർ വിഗ്രഹമായി മാറുകയും ആ 3 പേരെയാണ് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കിയാൽ കാണുന്നത്. നിങ്ങൾ കണ്ടല്ലോ ആ 3 പേരെ കാണുന്നത്. നമുക്ക് ഒന്നുകൂടി പുറകോട്ട് പോയാൽ കാണാൻ പറ്റും ആ 3 പേരെ. കണ്ടോ 3 പേര്? ഇവരാണവർ. ഇങ്ങനെയുണ്ട്. ഇത് നമ്മുടെ അമ്മച്ചിയാണ്, എൻ്റെ സ്വന്തം അമ്മച്ചിയാണ്, എൻ്റെ കാളിയമ്മ. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ആഗ്രഹ നിറവിനായിട്ട് അവിടെ വഴിപാട് ചാർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതൊക്കെ. ഇത് അവിടുത്തെ സർപ്പക്കാവിൻ്റെ ഭാഗമാണ്. അത് വളരെ ഇടതൂർന്ന് നിൽക്കുന്ന കാവുകൾ. അത് വേറൊരിടത്തും നിന്നാൽ ഇത്രയും കാണില്ല. പിന്നെ മണ്ണാറശാലയിൽ ചെന്നാലേ ഇത്രയും കാവുകൾ കാണാൻ പറ്റുള്ളൂ. താങ്ക് യു നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നാളെ ഇതുവരെ നൽകിപ്പോകുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.